ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട് പാലത്ത് കേട്ടോ. കോഴിക്കോട് പാലത്തുനിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ തിരുവത്താഴത്താണ്. തിരുവത്താഴത്തിൻ്റെ അടുത്തായിട്ട് വരും. ഈ കാണുന്ന 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലമാണുള്ളത്. പ്ലോട്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലമാണുള്ളത്. നമ്മളെ മെയിൻ റോഡിൻ്റെ മുകളിൽ ആകെ ഒരു 100 മീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലേക്ക് ഉള്ളത്. പക്ഷേ ആ ഒരു 100 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 30 മീറ്റർ നിരന്ന റോഡാണ്, ഒരു 70 മീറ്റർ കുത്തനുള്ള കയറ്റമാണ്. അപ്പം കുത്തനുള്ള കയറ്റം തന്നെ അങ്ങനെ തന്നെ പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ താഴത്തെ റോഡ് ഈ പ്ലോട്ടിലേക്ക് ഉണ്ട്. 8 ഫുട്ട് നിസ്സാരമായിട്ട് താഴത്തെ റോഡാണ് വരുന്നത്. പിന്നെ അത് കൂടാതെ നമുക്കിപ്പോൾ ഈ കയറ്റാണെങ്കിൽ പോലും കാറ്, അതായത് ഇലക്ട്രിക് ഓട്ടോറിക്ഷയൊക്കെ സുഖസുന്ദരമായിട്ട് കയറി വരും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ മെയിൻ റോഡിൻ്റെ മുകളിൽ, അതായത് നമ്മളെ ഈ പാലത്ത് മെയിൻ റോഡിൻ്റെ മുകളിൽ വെറും ഒരു 100 മീറ്റർ, ഏകദേശം ആട്ടോ പറയുന്നത്, ഒരു 100-120 മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത്. പറമ്പ് ലേശം ഹൈറ്റിലാട്ടോ, കുറച്ച് നല്ലൊരു ഹൈറ്റിലാണ്. ഞാനിപ്പോൾ ഈ കയറി പോകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ വീഡിയോയിൽ ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ളൊരു ഏരിയ കേട്ടോ. ഈ ചെറിയ വില്ല ടീമിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പറമ്പൊന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഒരു മലേൻ്റെ സൈഡ് ഭാഗമാണ്. അവിടെ കുറച്ച് മണ്ണൊക്കെ ഒന്ന് എടുത്ത് ഓരോ തട്ടാക്കി ലെവലാക്കിയിട്ട് അങ്ങനെ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഇവിടെ വീടുണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ നേരെ, ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഭാഗത്ത് ഫുള്ള് വില്ലകളാട്ടോ. ആ റോഡിൻ്റെ 2 സൈഡിൽ ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് വില്ലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കൈകളിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ പ്ലോട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. മെയിൻ റോഡിന് മുകളിൽ വെറും 100-120 മീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ ഈ വിലക്ക് ഇങ്ങനത്തെ ഒരു പറമ്പ് ഈ ഏരിയ കിട്ടാനില്ല. കാരണം ഇത് വില കുറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ചെറിയൊരു കയറ്റുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പം ജസ്റ്റ് ഞാനൊന്ന് സ്ഥലം കാണിച്ചു തരാം കേട്ടോ. അല്ലേ, ഇനി ഇവിടുത്തെ വ്യൂ പോയിൻ്റ് ഇതൊക്കെ കാണിച്ചു തരാം. ഈ കാണുന്ന 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലമാണ്. ഇവിടെയൊക്കെ കുറച്ചുകൂടി മണ്ണ് എടുക്കാനുണ്ട്. ഇവിടെ ഒരു അത്യാവശ്യം ലെവലിലായിട്ട് സ്ഥലം കിടക്കുന്നത്. നമ്മളെ താഴത്ത് ഈ കാണുന്ന പറമ്പില്ലേ, ഈ പറമ്പിൽ പെട്ടതാണ്. ഞാനിപ്പോൾ താഴത്ത് ബൈക്ക് അവിടെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ബൈക്ക് അവിടെ താഴത്ത് വെച്ച് കണ്ടില്ല, ബൈക്ക് ഈ ഒരു ഗ്യാപ്പിൽ കാണുന്നില്ലേ. അതുപോലെ നമ്മളെ ഈ പ്ലോട്ട് ഇപ്പം അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് ഇല്ലാത്ത കോലത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കാൻ കാരണം ഇവിടെ ഇപ്പോൾ ഒരു 100 മീറ്ററൊക്കെ മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ വില വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 3 റുപ്യ, 3.25 റുപ്യ, 3.5 ആ റേഞ്ചാണ് ഈ പാലത്ത് അങ്ങാടിനെ കൊണ്ട് അടുത്തുള്ള സ്ഥലത്തിനൊക്കെ റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ സ്ഥലത്തിന് വില ചോദിക്കുന്നത് 1,60,000 രൂപയാണ്. അതും പ്രൈസ് നെഗോഷ്യബിൾ ആട്ടോ. കണ്ടില്ല, ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ല, അങ്ങനെ ഈ കാണുന്ന രീതിയിലുള്ള ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ് നമുക്ക് ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു കണ്ടില്ലേ, ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഊഹിക്കണം എത്രത്തോളം ഹൈറ്റിലാണെന്നുള്ളത്. വെള്ളം എന്തായാലും നിങ്ങൾ കുഴൽക്കിണർ കുഴിക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്ലോട്ടാണ്. ചിലപ്പം കിണർ വെച്ചാൽ ഇവിടെ കാണുന്ന ഈ വില്ലയിൽ 2-3 കിണറുണ്ട് കേട്ടോ. അതിലൊക്കെ വെള്ളം ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കിണർ വെച്ചാൽ ചിലപ്പം വെള്ളം കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതുപോലെ പറങ്കാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകൂടി ഒന്ന് പറമ്പൊന്ന് തട്ടി ഷേപ്പാക്കിയിട്ട് ഓരോ തട്ട് ലെവലാക്കി എടുക്കാനുള്ള കാര്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതിപ്പോൾ താഴത്തെ ഭാഗത്ത് ഈ ഒരു പറമ്പ് നമ്മളൊന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ മുകളിൽ രണ്ടാമത്തെ ഈ കാണുന്നൊരു തട്ട് പറമ്പ് ഇതൊന്ന് ലെവലാക്കി എടുക്കണം. അതുപോലെ മൂന്നാമത്തെ ഒരു പറമ്പ്, അങ്ങനെ നമ്മൾ ലെവലാക്കി കൊണ്ടുവരണം കേട്ടോ. അല്ലാണ്ട് നമ്മളിപ്പം പെട്ടെന്ന് ഇപ്പോൾ ഈ സ്ഥലം വാങ്ങിയിട്ട് നമുക്കൊരു വീടുണ്ടാക്കാൻ പറ്റുമോ വെച്ചാൽ അത് നടക്കില്ല. നമ്മൾ വാങ്ങിയിട്ട് ഇത് JCB ഒക്കെ എടുത്തിട്ട് കുറച്ച് പണിയൊക്കെ എടുപ്പിച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സൈറ്റ് സ്ഥലമായിരിക്കും. നമുക്ക് ഇവിടെ ഇപ്പം വീടൊക്കെ ഉണ്ടാക്കി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ല, അത്രയും മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റാണ് നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ കിണർ ഇത്ര ഹൈറ്റിൽ വീടുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു 10 രൂപ വീട് ഈ ഒരു ഏരിയയിൽ വില്ലമാരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പം നല്ലൊരു സൈറ്റ് ഏരിയയ്ക്കും ബസ് ഇറങ്ങിയിട്ടാണെങ്കിൽ ആകെ ഒരു 100-120 മീറ്റർ ദൂരമുള്ളൂ. കയറ്റുണ്ട് കേട്ടോ, കയറ്റുള്ള കാര്യം ഞാൻ പറയുന്നുണ്ട്. പിന്നെ എല്ലാ വണ്ടിയും ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറും ബൈക്കൊക്കെ കയറിപ്പോരും. 8 ഫുട്ട് നിസ്സാരമായിട്ട് റോഡാണ്. നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള ഒരു അടിപൊളി സൈറ്റ് ഏരിയയാണ്.
ഒരേക്കർ 30 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഈ സ്ഥലത്തിൻ്റെ സെൻറ്റിന് ചോദിക്കുന്ന വില 1,60,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിളാണ്. ശരിക്കും ഇവിടെ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു 100 മീറ്റർ ഇത് താഴ്ന്ന സ്ഥലമാണെങ്കിൽ ഒരു 3.5-4 ആ റേഞ്ചിലൊക്കെ വരുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇത് കുറച്ച് റേറ്റിലതിനെക്കൊണ്ടാണ് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ വില്ല പ്രൊജക്റ്റ് അതുപോലെ തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റൊക്കെ ആയിട്ടുള്ള ഒരു റിസോർട്ട് മാതിരിക്കുള്ള ചെറിയ സെറ്റപ്പൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളി. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇത് വാങ്ങിയിട്ട് അത്യാവശ്യം ഒരു എഞ്ചിനീയറെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഒരു ഭൂമീൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ഒരു ഡിസൈനൊക്കെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒരു ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഹൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റ് കഴിഞ്ഞിട്ടോ അത്ര ഹൈറ്റ് വരുന്നുള്ളൂ. അവിടെ നിന്ന് ഒന്നുകൂടി കാണുകയാണെങ്കിൽ അതിലും മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഈ സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫൈൻഡർ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. നിങ്ങൾക്ക് 1,00,000 രൂപ തൊട്ടിട്ട് 1 കോടി രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ, നിങ്ങൾക്ക് എങ്ങനെ പ്രോഫിറ്റ് കിട്ടുന്ന ഡീറ്റെയിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കോൺടാക്ട് നമ്പർ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി. ഞാൻ എൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ കാണുന്ന രീതിയിൽ കുറച്ചൊക്കെ മണ്ണെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി മണ്ണെടുത്ത് ലെവലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി പറമ്പായി കിടക്കും. അപ്പോൾ നമുക്ക് അവിടെ മുകളിൽ ആ സൈഡിലൊക്കെ നമുക്ക് വീടുകൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ 1.60 ചോദിക്കുന്നത്. പാലത്ത് മെയിൻ റോഡിൻ്റെ മുകളിൽ വെറും 100 മീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ. 100-120 മീറ്റർ ദൂരമേ ഉള്ളൂ. നല്ലൊരു ചാൻസിൽ കിട്ടുന്ന വിലക്ക് കിട്ടുന്ന സ്ഥലമാണ്. ഇപ്പോൾ വാങ്ങിയിട്ട് ആ ഭാവിയിലേക്ക് നമുക്ക് നല്ലൊരു രീതിയിൽ പ്രോഫിറ്റ് ലഭിക്കുന്നൊരു പറമ്പാണ് കേട്ടോ. കണ്ടില്ലേ, അങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റാണ്, സൈറ്റ് സ്ഥലമാണ്. അപ്പോൾ ആർക്കും താല്പര്യം വിളിക്കുക. നമ്മൾ 1,00,000 രൂപ ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയും കാര്യം മാത്രം ചെയ്താൽ മതി. ഏകദേശം നിങ്ങൾക്ക് 1,00,000 രൂപയാണ് ഞാൻ ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പോകുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ഫോളോ ചെയ്താൽ മാത്രം മതി. അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 1,00,000 രൂപയാണ് കൊടുക്കുന്നത്. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഞങ്ങളോട് തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലുള്ള കയറ്റുള്ള ഏരിയ ആണ്. പക്ഷേ പാലത്ത് റോഡിൻ്റെ മുകളിൽ ഒരു 100 മീറ്റർ ദൂരമേ ഉള്ളൂ. വില്ല പ്രൊജക്റ്റിനൊക്കെ പറ്റിയ സ്ഥലമാണ്. നമ്മൾ ഷേപ്പ് കുറച്ചൊന്ന് മാറ്റി വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ആർക്കെങ്കിലും താല്പര്യം വിളിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ